ഫ്രാൻസിസ് പാപ്പയുടെ ബഹ്റൈൻ അപ്പസ്തോലിക യാത്രയുടെ ഒന്നാം ദിനത്തിൽ ബഹ്റൈൻ ഭരണാധികാരി ഹമദ് ബിൻ ഈസ അൽ ഖലീഫ രാജാവുമായും ബഹ്റൈൻ അധികാരികൾ, നയതന്ത്ര സേന എന്നിവരുമായും പാപ്പ കൂടിക്കാഴ്ച നടത്തി. രാജാവിനെ സന്ദർശിച്ച പാപ്പ ദൈവമാതാവിന്റെ തിരുരൂപം പതിച്ച ഒരു മെഡൽ അദ്ദേഹത്തിന് സമ്മാനിച്ചു. ബഹ്റൈനിൽ താനെത്തിയിരിക്കുന്നത് ഒരു വിശ്വാസിയും ക്രൈസ്തവനും സമാധാനത്തിന്റെ തീർത്ഥാടകനുമായിട്ടാണെന്ന് പാപ്പ അഭിസംബോധന പ്രസംഗത്തിൽ വ്യക്തമാക്കി. രാജ്യം സന്ദർശിക്കുന്ന ആദ്യത്തെ മാർപ്പാപ്പയ്ക്ക് ഉജ്ജ്വല സ്വീകരണമാണ് ബഹ്റൈൻ കാഴ്ചവെച്ചത്. പ്രാദേശിക സമയം ഉച്ചകഴിഞ്ഞ് 4:45 അവാലിയിലെ സാക്കിർ എയർബേസ് വിമാനത്താവളത്തിലെത്തിയ പാപ്പ സ്വീകരണ ചടങ്ങുകൾക്ക് ശേഷം ബഹ്റൈൻ ഭരണാധികാരി ഹമദ് ബിൻ ഈസ അൽ ഖലീഫ രാജാവുമായി സാക്കിർ റോയൽ പാലസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. രാജാവിന് സ്നേഹസമ്മാനമായി അവർ ലേഡി ഓഫ് അറേബ്യൻ ദൈവമാതാവിന്റെ തിരുസ്വരൂപം പതിച്ച ഒരു മെഡൽ പാപ്പ സമ്മാനിച്ചു. ബഹ്റൈനിൽ സ്ഥിതി ചെയ്യുന്ന കത്തോലിക്ക ദേവാലയങ്ങളായ അവർ ലേഡി ഓഫ് അറേബ്യൻ കത്തീഡ്രലിന്റെയും സേക്രഡ് ഹാർട്ട് ചർച്ചിന്റെയും പശ്ചാത്തലം ഉൾക്കൊള്ളിച്ചാണ് മെഡൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ പ്രദേശത്തെ ഏറ്റവും പുരാതന നാഗരികതകളിലൊന്നായ ദിൽമുണിന്റെ തലസ്ഥാനമായിരുന്ന ഖൽ അത്ത് അൽ ബഹ്റൈൻ പുരാവസ്തു സൈറ്റിന് മുകളിലായി ജീവവൃക്ഷം ഉയരുന്നതും മെഡലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാജാവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബഹ്റൈൻ അധികാരികൾ, നയതന്ത്ര സേന എന്നിവരുമായും പാപ്പ കൂടിക്കാഴ്ച നടത്തി. ബഹ്റൈൻ വ്യത്യസ്തരായ മനുഷ്യരെ ഉൾക്കൊള്ളുന്നതിനൊപ്പം പുരാതനവും ആധുനികവുമായ സംസ്കാരങ്ങൾ, പാരമ്പര്യം, വികസനം എല്ലാം സംയോജിക്കുന്ന ഒരിടമാണെന്ന് പാപ്പ പ്രശംസിച്ചു. ബഹ്റൈൻ ഫോറം ഫോർ ഡയലോഗിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് പാപ്പ വിശ്വാസിയും ക്രൈസ്തവനും സമാധാനത്തിന് തീർത്ഥാടകനുമായാണ് എത്തിയിരിക്കുന്നതെന്ന് എടുത്തു പറഞ്ഞു. തുടർന്ന് പാപ്പയുടെ അഭിസംബോധന പ്രസംഗം ലോകം നേരിടുന്ന സമകാലിക പ്രശ്നങ്ങളിലേക്ക് വഴിമാറി. യുദ്ധമല്ല, സമാധാനമാണ് ആവശ്യമെന്ന് പാപ്പ ആവർത്തിച്ചു. വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയെക്കുറിച്ചും പാപ്പ പ്രതിപാദിച്ചു. സമൂഹത്തിലെ ഉന്നത സ്ഥാനങ്ങളിലും ഉത്തരവാദിത്തങ്ങളിലും സ്ത്രീകളെ ഉൾപ്പെടുത്തണമെന്ന് അഭിപ്രായപ്പെട്ട പാപ്പ എല്ലാ തൊഴിൽ മേഖലകളിലും സുരക്ഷിതത്വവും അന്തസ്സും ഉറപ്പുവരുത്തണമെന്നും ആവശ്യപ്പെട്ടു. ലോകം നേരിടുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ ലോക നേതാക്കൾ ശ്രദ്ധ പതിപ്പിക്കണമെന്നും പ്രശ്നം പരിഹരിക്കുന്നതിന് കൂട്ടായ ചർച്ചകളും പ്രാവർത്തിക വശങ്ങളും ചിന്തിക്കണമെന്നും പാപ്പ ആവശ്യപ്പെട്ടു. ഒപ്പം യുദ്ധങ്ങളും സംഘർഷങ്ങളും അവസാനിപ്പിക്കുന്നതിന് സാധ്യമായതെല്ലാം ലോക നേതാക്കളും മത നേതാക്കളും ചെയ്യണമെന്നും പാപ്പ അഭ്യർത്ഥിച്ചു. ബഹ്റൈൻ സന്ദർശനത്തിന്റെ രണ്ടാം ദിവസം പാപ്പ ബഹ്റൈൻ ഫോറം ഫോർ ഡയലോഗിന്റെ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു. മത നേതാക്കൾക്ക് മനുഷ്യരാശിയെ എല്ലാ അർത്ഥത്തിലും സഹായിക്കാനും സമൂഹത്തിന് നല്ല മാതൃകകളായി മാറുന്നതിനും ഉത്തരവാദിത്തമുണ്ടെന്നും പാപ്പ അഭിപ്രായപ്പെട്ടു. അതേസമയം മതസ്വാതന്ത്ര്യം, സ്ത്രീകളുടെ പങ്കാളിത്തം, കുട്ടികളുടെ മൗലിക അവകാശങ്ങൾ, പൗരത്വം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചും പാപ്പ സംസാരിച്ചു. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സഹവർത്തിത്വം എന്ന വിഷയത്തിൽ നടക്കുന്ന ബഹ്റൈൻ ഫോറം ഫോർ ഡയലോഗ് പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഫ്രാൻസിസ് പാപ്പ പ്രധാനമായും ബഹ്റൈൻ സന്ദർശനം നടത്തിയത്. സഗീർ കൊട്ടാരത്തിൽ നടന്ന സമാപന ചടങ്ങിൽ പാപ്പയോടൊപ്പം അൽ അസർ മസ്ജിദ് ഗ്രാൻഡ് ഇമാം അഹമ്മദ് അൽ തയ്യിബ്, ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ എന്നിവർ ഉൾപ്പെടെ 200 മതാന്തര നേതാക്കളും സർക്കാർ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. സമാപന ചടങ്ങിൽ പങ്കെടുത്തവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ പാപ്പ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ചും അത് അവസാനിപ്പിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും സംസാരിച്ചു. മതസ്വാതന്ത്ര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ അതീവ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണെന്നും അത് പ്രാവർത്തികമാക്കാൻ മതനേതാക്കൾ ശ്രമിക്കണമെന്നും പാപ്പ ആവശ്യപ്പെട്ടു. സമൂഹത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തണമെന്നും പാപ്പ ആവർത്തിച്ചു. കുട്ടികളുടെ മൗലിക അവകാശങ്ങളെക്കുറിച്ചും പൗരത്വത്തെക്കുറിച്ചും വിശദമായ പഠനങ്ങൾ നടത്തുകയും അത് പ്രാവർത്തികമാക്കാനും സംരക്ഷിക്കാനും ശ്രമിക്കണമെന്നും പാപ്പ ആവശ്യപ്പെട്ടു. മതനേതാക്കൾ എല്ലാ അർത്ഥത്തിലും സമൂഹത്തിന് നല്ല മാതൃകകളായി മാറണമെന്ന് അഭിപ്രായപ്പെട്ട പാപ്പ മനുഷ്യരാശിയെ അവരുടെ പ്രതിസന്ധികളിൽ സഹായിക്കാനുള്ള ഉത്തരവാദിത്തം മതനേതാക്കൾക്കുണ്ടെന്നും വ്യക്തമാക്കി. 2 മഹായുദ്ധങ്ങൾ കണ്ട ലോകം ഇപ്പോഴും യുദ്ധത്തിന്റെയും സംഘർഷങ്ങളുടെയും നടുവിലാണ് കഴിയുന്നതെന്ന് പാപ്പ ആവർത്തിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിക്കാൻ മതനേതാക്കളും ലോകനേതാക്കളും കാര്യമായി ശ്രമിക്കണമെന്നും പാപ്പ ആവർത്തിച്ചു. അപ്പസ്തോലിക യാത്രയുടെ 2ാം ദിനത്തിൽ അവർ ലേഡി ഓഫ് അറേബ്യ കത്തീഡ്രലിൽ പാപ്പ എക്യുമെനിക്കൽ കൂടിക്കാഴ്ചയും പ്രാർത്ഥനയും നടത്തി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.